നമസ്കാരം, ബാബുരാജ് അമ്പലപ്പാറയാണ്. എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ്. 2002 ഏപ്രിൽ 17 എൻ്റെ കല്യാണം ഉണ്ടായത്. കല്യാണത്തിൻ്റെ വീഡിയോ ആണിത്. പഴയ വീഡിയോ കാസറ്റായിരുന്നു ആദ്യം. അത് CD-യിലാക്കി, ഡിസ്കില്ലേ, നമ്മുടെ പണ്ടത്തെ ഡിസ്ക്, അതിലാക്കി കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അത് പെൻഡ്രൈവിലാക്കി. 24 വർഷത്തിന് ശേഷം ഇപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ഓർമ്മപ്പെടുത്തലും സങ്കടമൊക്കെ തോന്നും. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ പങ്കെടുത്തു, അമ്പലപ്പാറക്കാർ ഒരുപാട് ആൾക്കാർ വന്നു, സഹകരിച്ചു. ഒരുപാട് നന്ദിയുണ്ട് അവർക്കൊക്കെ. അതുപോലെ തന്നെ പല ചെറുപ്പക്കാരും, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. കുറച്ച് പ്രായമുള്ള ഒരുപാട് ബഹുമാനം തോന്നുന്ന ആൾക്കാരൊക്കെ, കുറേ ആൾക്കാർ മരണപ്പെട്ടു പോയി. തലേ ദിവസം ഡാൻസ് പാർട്ടി ഉണ്ടായിരുന്നു. അതാണ് ഈ വീഡിയോയിലൊക്കെ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ കല്യാണ ദിവസമായി. അമ്പലപ്പാറ 2-3 സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അന്ന്. അതിൽ പ്രിയ സ്റ്റുഡിയോ ആണ് എൻ്റെ വീഡിയോ കാസ്റ്റൊക്കെ തയ്യാറാക്കി തന്നത്, വീഡിയോ എടുത്തതും. രാമകൃഷ്ണേട്ടനായിരുന്നു പ്രിയ സ്റ്റുഡിയോൻ്റെ ഓണർ. കല്യാണം കെട്ടാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒപ്പം പഠിച്ച ആൾക്കാരുണ്ട്, പിന്നെ കുറേ സുഹൃത്തുക്കളുണ്ട്. അന്നൊക്കെ ജീപ്പാണ് ഉണ്ടായിരുന്നത്. ജീപ്പാണ് കല്യാണത്തിനൊക്കെ. ഇപ്പോഴത്തെ ട്രാവലറോ അല്ലെങ്കിൽ ബസ്സൊന്നും അധികം വിളിക്കില്ല. അമ്പലപ്പാറ ടൗണിൽ കൂടെ ജീപ്പിൽ പോകണു. 10-15 ജീപ്പ് വിളിച്ചായിരുന്നു. 10-15 ജീപ്പ് വാടകയ്ക്ക് വിളിച്ചിട്ട് അതിലിങ്ങനെ തൂങ്ങിയിട്ടൊക്കെയാണ് ആൾക്കാർ പോവുക. അങ്ങനെ മണ്ഡപത്തിലെത്തി താലികെട്ട് മാലയൊക്കെ ഇടൽ കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ സ്റ്റേജിലേക്ക് കയറി വന്നു പരിചയപ്പെടാൻ. അത് കഴിഞ്ഞു സദ്യ തുടങ്ങി. മെയിൻ ഭാഗങ്ങളെ ഞാൻ കാണിക്കുന്നുള്ളൂ, കുറച്ച് ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ. കുറേ ഉണ്ട്, 2.5 മണിക്കൂറുണ്ട് മൊത്തം വീഡിയോ. പക്ഷെ അത് മൊത്തം കാണിക്കാൻ പറ്റില്ല. അതൊരു 4-5 മിനിറ്റുള്ളൂ ഇപ്പോൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതൊക്കെ നമ്മുടെ അവിടുത്തെ ഡ്രൈവർമാരാണ്, നമ്മുടെ കല്യാണത്തിന് വന്ന ഡ്രൈവർമാരാണ് ഇതൊക്കെ. ഇവരെല്ലാം അമ്പലപ്പാറ ഉള്ളത് തന്നെയാണ്. ഇവരൊക്കെ ആയിട്ട് മിക്കവാറും ഇപ്പോഴും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. 1-2 ആൾക്കാരും മരിച്ചു പോയി. കല്യാണം അങ്ങനെ കേട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അമ്പലപ്പാറയ്ക്ക്. ഈ സെറ്റിയിലിരിക്കുന്ന 3-മതിരിക്കുന്ന ലൈറ്റ് മഞ്ഞ ഷർട്ടാണ് രാമശേട്ടൻ. അവരാണ് സ്റ്റുഡിയോ നടത്തുന്നത്. ഇത് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വൈകി പാർട്ടി കഴിയാനൊക്കെ. അന്ന് പാർട്ടി എന്ന് പറഞ്ഞാൽ ലഡ്ഡു, കുറച്ച് മിക്സർ, പിന്നെ ഒരു പൊതിഞ്ഞ കേക്കില്ലേ, കേക്ക്, പിന്നെ കട്ട്ലറ്റ്, ചെറുപഴം, അങ്ങനെയൊക്കെയാണ് അന്നത്തെ ഭക്ഷണ രീതി. അങ്ങനെ അത്ര ആയിട്ടുള്ളൂ. ഇപ്പോഴത്തെ പോലെ ബിരിയാണി അല്ലെങ്കിൽ മറ്റേ കുഴിമന്തി അല്ലെങ്കിൽ എന്താ പറയുക, മറ്റേ ഇതില്ലേ, അൽഫാം, ചിക്കൻ ചില്ലി, അതുപോലെ തട്ടുകട, ബീഫ്, അതൊന്നും അത്ര കാര്യമായിട്ട് അന്ന് നടത്തിയിരുന്നില്ല നാട്ടിൽ. അങ്ങനെ ലഘു ഭക്ഷണമായിരിക്കും കൂടുതലും. ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാവും. ഉച്ചയ്ക്ക് എല്ലാ കല്യാണത്തിനും സദ്യ ഉണ്ടാവും. വൈകിട്ട് കടയൊക്കെ അടച്ചിട്ടാണ് ചില സുഹൃത്തുക്കൾ വന്നിരുന്നത് വീട്ടിലേക്ക്. അപ്പോൾ കുറച്ച് വൈകി, 7:30-8 മണി കഴിഞ്ഞ് വന്ന് പരിപാടി ലാസ്റ്റ്. അന്ന് കല്യാണച്ചക്കൻ്റെ വീട്ടുകാരൊക്കെ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തന്നെ പറമ്പിലാണ് മറ്റേ പന്തലൊക്കെ ഇടുക, തുണിപ്പന്തലും കാര്യങ്ങളൊക്കെ. പെൺകുട്ടികളുടെ അല്ല, കല്യാണപ്പെണ്ണിൻ്റെ വീട്ടിൽ മാത്രമാണ് ഈ മണ്ഡപത്തിൽ ഏൽപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ ഒരുപാട് ആൾക്കാർ ഒത്തുകൂടുള്ളൂ. അങ്ങനെ എൻ്റെ വീട്ടിൽ മുറ്റത്തും തൊടിയിലും പന്തലിട്ടു. തൊടിയിലത്തെ പന്തലിലാണ് ഭക്ഷണ സൗകര്യം ഒരുക്കിയത്. ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പോഴൊക്കെ ഒരുപാട് പൈസ മണ്ഡപത്തിന് ഇറക്കും. പണ്ട് അത്ര ചിലവൊന്നുമില്ല തുണിപ്പന്തലിന്. വളരെ ചുരുങ്ങിയ റേറ്റിനൊക്കെ ആൾക്കാർ ചെയ്തു തരും. പരിചയക്കാരും സുഹൃത്തുക്കളും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ടീ പാർട്ടി എന്നാണ് പറയുക. റിസപ്ഷൻ അന്ന് ടീ പാർട്ടി എന്ന് പറയും, റിസപ്ഷൻ എന്ന് പറയലുണ്ട്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓരോരുത്തരായിട്ട് വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ചമ്മലാണ് ഭക്ഷണം കഴിക്കുമ്പോൾ. ഒരുപാട് ആൾക്കാർ പല ജോലികളായിട്ട് ഒരുപാട് ദൂരസ്ഥലങ്ങളൊക്കെ പോയി പലരും ഇപ്പോഴും കാണുന്നുണ്ട്, സംസാരിക്കലുണ്ട്. ഒരേ നാട്ടുകാരായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട്. അതുകൊണ്ട് നേരിട്ട് കാണുമ്പോൾ നമുക്ക് പ്രായം തോന്നില്ല, മനസ്സെപ്പോഴും ചെറുപ്പമായിരിക്കുമല്ലോ. എന്നാലും കുറേ കാലം കഴിയുമ്പോൾ, ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോഴും മനസ്സിനൊരു കൗതുകം തോന്നും. അതിശയം തന്നെയാണ് ഓരോ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ. അതുപോലെ അന്ന് ഫോണില്ല, അന്ന് ദുർലഭം ലാൻഡ് ഫോണൊക്കെ ഉള്ളൂ. എല്ലാ വീട്ടിലും ലാൻഡ് ഫോൺ ഉണ്ടാവില്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും മൊബൈലായില്ലേ. പിന്നെ കാറ്, ബൈക്ക് സൗകര്യങ്ങൾ അന്ന് അത്രയൊന്നും ഇല്ല. അന്ന് ബൈക്കൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. എല്ലാ വീട്ടിലും ബൈക്ക് ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഒരു വീട്ടിൽ 4 ബൈക്ക് അല്ലെങ്കിൽ 2 ബൈക്കൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട് ഒരുവിധം. അന്ന് അത്രയും കുറഞ്ഞ സൗകര്യത്തിൽ തന്നെ എത്രയും ആൾക്കാർ വന്ന് സഹകരിച്ചു. ഇപ്പോഴും അവരോടൊക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും ഉള്ളതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അമ്പലപ്പാറത്തെ എൻ്റെ സഹപാഠികളായാലും സുഹൃത്തുക്കൾ, അതുപോലെ കച്ചവടക്കാർ, ബാങ്ക് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ അധ്യാപകർ, അതുപോലെ പൊതുമേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വന്ന് എല്ലാവരോടും ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. നന്ദി, സ്നേഹവും എന്നും എൻ്റെ മനസ്സിലുണ്ടാവും.
ഈ വീഡിയോ കാണുന്ന നിങ്ങളോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നും എൻ്റെ ചാനൽ കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ റിസപ്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.